അപ്പൊ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലാണ്. എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒന്നും സ്പെഷ്യൽ ഇല്ല. ആക്ച്വലി വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ തുടങ്ങിയ സംഭവങ്ങൾ, പ്രതിഭാസങ്ങൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും, ഇവിടെ ഉള്ളവർ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ ഇന്നും ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, ഇവരെനിക്ക് എന്തെങ്കിലും കൊണ്ടുതരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. Come on, വരൂ. Jaden to stage. Thank you. എന്തോന്നറിയ ഇത് ഈ പ്രാവശ്യം അപ്പൻ സർപ്രൈസ് തരണ്ടെന്ന് അമ്മ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അപ്പൻ തന്നെ വാങ്ങിക്കാൻ പോയാൽ എല്ലാം ഒരുമാതിരി ഓൾഡ് ഫാഷൻ ആവും. അതുകൊണ്ട് അമ്മയും കൂടെ പോയി. അതെ അത് ശരിയാ, ഞാൻ തന്നെ എടുത്തോണ്ട് ഓൾഡ് ഫാഷനാണ്. ഓൾഡ് ഫാഷൻ അത് നിനക്ക് ഇപ്പൊ ഓൾഡ് ആയിട്ട് തോന്നും കേട്ടാ. ജസ്റ്റ് സെലക്ട് ചെയ്തതിൽ ആകെ നല്ല ഒരെണ്ണം എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ, ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാം നല്ലതായിരുന്നു, പക്ഷെ നീ നല്ലത്. അപ്പൊ ഈ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സർപ്രൈസുകളൊന്നുമില്ല. ആരുടെ എന്നോട് എന്തോ കാണിക്കണോ അത് വേറെ. ഓൾറെഡി ഒരു ഗിഫ്റ്റ് കിട്ടി സെഫോറയുടെ, ഇത് അനദർ ഗിഫ്റ്റ്. ഈ പ്രാവശ്യവും ആസ് യൂഷ്വൽ ജോയ് ആലുക്കാസി എന്നാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചേക്കുന്നത്. നമ്മളല്ല, ജസ്റ്റ് മോൻ. ഒക്കെ നോക്കാം എന്തൊക്കെയാ ഗിഫ്റ്റ് എന്ന്. ഒരു പെൻഡന്റ്, ഇതാണ് ഗിഫ്റ്റ്. A beautiful pendant. Super അല്ലേ? And the next one is so cute. ഒരു മൂക്കുത്തി nose pin. ഒരു മൂക്കുത്തി nose pin. അടുത്തത് മൂക്കുത്തി ഡയമണ്ട് അല്ലേ? മൂക്കുത്തിയും പെൻഡന്റും. മൂക്കുത്തിയും പെൻഡന്റും എല്ലാം ഡയമണ്ട്, എല്ലാം ഡയമണ്ട്. പക്ഷെ എല്ലാം ഡയമണ്ട് അല്ല, ഇത് മൂക്കുത്തി തന്നെ. അതിലൊരു പെൻഡന്റ് ഡയമണ്ട് അല്ല, ഇപ്പൊ ആദ്യം കാണിച്ചത്. ഇത് തീർന്നു ചേച്ചി. പക്ഷെ ഘനത്തിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. താഴെ പോയി 2 മിസ്റ്റേക്ക് എടുത്ത് പിടിച്ചു. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആൻഡ് ഹംബിൾ കമൽ ഇയറിംഗ്സ്. സൂപ്പർ അല്ലേ? തീർന്നു പോയി ജസ്റ്റ്. അല്ല, ഇപ്പൊ എന്നൊക്കെ മേടിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞതൊക്കെ വാങ്ങിച്ചു തന്നോണ്ടിരിക്കണം. And another, the last and final. അവളുടെ മനമാ അല്ല, സോറി, അത് ജോയി അലക്കാസിന്റെ പാട്ടല്ല. ഡയമണ്ട് ഒരു ചെയിൻ. സൂപ്പർ, താങ്ക് യു. ഇത് എങ്ങനെയുണ്ട്? ഇതും എടുത്തായിരുന്നോ? ജസ്റ്റ് എടുത്തോളാം. സത്യം എല്ലാ പ്രശ്നം കനത്തിൽ കിട്ടുന്ന, ഈ പ്രശ്നം കനം കുറഞ്ഞു. പിന്നെ എല്ലാം ഇത്ര കനം മതി. പക്ഷെ ജസ്റ്റ് ഓർക്കുന്നില്ല ഇതെടുത്തത്. പറഞ്ഞ മാറിപ്പോയതാ. എന്നാ 2 പെൻഡന്റ് എടുത്തത്? പിന്നെ ജസ്റ്റ് എന്നാ ഓർത്തൊന്ന് മോതിരമാണോ? അല്ല, 2 പെൻഡന്റും ഒരു നോസ് പിന്നും ഒരു ഇയറിംഗും എടുത്തു. സോറി മുതലാളി. പിന്നെ ജസ്റ്റ് എന്നാണ്ടോ പിന്നെ എന്നോട് എടുത്തോന്ന് പറഞ്ഞേ. ഞാൻ ഫോണിലായിരുന്നല്ലോ. ഷോ എന്തിച്ചോട് എടുക്കേണ്ടതായിരുന്നു. അതാണ്, ഇനി എവിടെ പോകുമ്പോഴും ഫോൺ വെച്ചു, പ്രത്യേകിച്ച് ജ്വല്ലറി പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് എൻ്റെ ചെറിയൊരു സന്തോഷം.
കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഗിഫ്റ്റൊക്കെ എന്തിയെ ലിറ്റ്. അത് ഞാൻ എല്ലാ വർഷവും കാണിക്കാറുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയാനുള്ളത്, ഇപ്പം എല്ലാവരും വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷെ ചിലർ ഇതൊന്നും അല്ല, ഇപ്പം ചിലർ ഇതിനേക്കാളും നന്നായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ട്, ഇതിനേക്കാളും ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഡയമണ്ട് നെക്ലേസ് വേണമെന്നോ അല്ലെങ്കിൽ റേഞ്ച് റോവർ വേണമെന്നൊന്നും ആഗ്രഹമില്ല. ഒരു കുഞ്ഞു പെണ്ണാണേലും ഞങ്ങൾ ഹാപ്പി. പക്ഷെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഭാര്യ സ്നേഹിക്കുന്നവർ എങ്ങനെ ഗിഫ്റ്റ് വേണ്ടെന്ന് വെക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ജസ്റ്റി. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ മാത്രമല്ല, ജസ്റ്റിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ജസ്റ്റിയോട് ഞാൻ ചോദിച്ചപ്പോൾ ജസ്റ്റിയോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന്. ഭർത്താവ് പറയുന്നത് അതുപോലെ അക്ഷരം പ്രതി കേൾക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. സത്യമായിട്ടും ഒരു മുട്ടുസൂചി പോലും വാങ്ങിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് 3 ദിവസം ജോലിയായിരുന്നു, ഞാൻ ഷോപ്പിങ്ങിനൊന്നും പോയില്ല. അതുകൊണ്ടാണ് 24-ാം തീയതി 3 ദിവസം മുമ്പല്ല വന്നത്. ഞാൻ ജസ്റ്റിയോട് ചോദിച്ചായിരുന്നു, ജസ്റ്റ് അല്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക്, അല്ല നിങ്ങൾ കമന്റ് ചെയ്യേ, ആണുങ്ങൾക്ക് എന്ത്, നിങ്ങൾ ഹെഡ്സെറ്റ് പറയരുത്. ബോസിന്റെ നല്ല ഹെഡ്സെറ്റ് ഉണ്ട്. പിന്നെ വാച്ച് പറയരുത്, ജസ്റ്റ് ആപ്പിളിന്റെ വാച്ച് മാത്രമേ കെട്ടത്തുള്ളൂ. ജസ്റ്റിനെ പറഞ്ഞ് വേറെ വാച്ച് വെച്ച്. Who was the winner to get the phone? Samsung phone. സാംസങ്ങിന്റെ ഫോൺ നാട്ടിലൊരു അങ്കിള്, അല്ല നാട്ടിലല്ല, UK ഒരു അങ്കിളാണ് വിന്നത്. അപ്പച്ചനല്ല, ആ അങ്കിളിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ ഫോണ്. ആ മനുഷ്യൻ അത് തരുന്നു, നല്ല മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞ മനുഷ്യൻ അല്ലേ, നല്ല അടിപൊളി മനുഷ്യൻ. നല്ലതല്ലേ പറഞ്ഞേ. കൊച്ചു തിരക്കുന്നുണ്ടോ? താങ്ക് യു മോനെ, നിന്റെ സാംസങ് ഫോൺ ആ അമ്മയ്ക്ക്. അപ്പൊ പിന്നെ ജസ്റ്റിക്ക് എന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ട, അല്ലെ നിങ്ങൾ കമന്റ് ചെയ്യേ, നിങ്ങളുടെ കമന്റ് ചെയ്യുന്ന നല്ലൊരു കമന്റ് സെലക്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ പോയച്ചും വരാം.